ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഷ രാജീവ്. ഇന്നത്തെ വീഡിയോയിൽ സ്ലീപ്ലെസ് പ്രിൻസസിൻ്റെ 8ാമത്തെ എപ്പിസോഡിൻ്റെ 3rd പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തായി വന്നിട്ട് കുമാരി എണീക്കൂ, നേരം വെളുത്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാജകുമാരിയോട് ചോദിക്കുകയാണ്, തായു സംശയിച്ചിട്ട്, നീ രാത്രിയിൽ എപ്പോഴാണ് ഉറങ്ങിയത്, അർദ്ധരാത്രിയിലാണോ ഉറങ്ങിയതെന്ന് ചോദിക്കുന്നു. അത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കിടക്കുകയാണ്. എന്നിട്ടാണ് പുള്ളിക്കാരി ഓർക്കുന്നത്, അയ്യോ ഞാൻ കിടന്നുറങ്ങിയല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നു. നീ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ഞാൻ സ്വപ്നങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ നമ്മുടെ തായുവിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അതിന് നമ്മുടെ തായി ചോദിക്കുകയാണ്, എന്താ നീ സ്വപ്നങ്ങളൊന്നും കാണാഞ്ഞതെന്ന് ചോദിക്കുന്നു. അതിന് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ചിലപ്പോൾ ഇനി സുയാവ് ഉള്ളത് കൊണ്ടാണോ സ്വപ്നങ്ങളൊന്നും കാണാഞ്ഞതെന്ന് ചോദിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോ ഗാർഡനിൽ ഇരുന്ന് ചെടി നടുകയാണ്. അവിടേക്ക് നമ്മുടെ ഹീറോയിൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി വരികയാണ് അവനെ നോക്കി. എന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്നെ എന്തെങ്കിലും ലാസ്റ്റിനായിട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒരു നോട്ടമുണ്ട്. എന്നിട്ട് അവന് കഴിഞ്ഞ രാത്രിയിലെ സംഭവമാണ് ഓർക്കുന്നത്. നമ്മുടെ ഹീറോ എന്തോ ആലോചിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഹീറോൻ ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് നമ്മുടെ ഹീറോ നെർവസ് ആയിട്ട് പറയുകയാണ്, നീ എന്നെ ചെടി നടാൻ സമ്മതിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നു. അന്ന് നമ്മുടെ ഹീറോയിൻ പറയാണ്, ചെടിയും മണ്ണും ഒക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോ വിഷയം മാറ്റുകയാണ്. ഈ ഫ്ലവേഴ്സിനെ നിനക്ക് അറിയാമോ, ഇതാണ് ലിറൻ ഫ്ലവേഴ്സ്. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം എനിക്കിത് കാണാൻ പറ്റിയില്ല, പക്ഷെ ഇപ്രാവശ്യം എനിക്കത് കാണണമെന്നുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിൻ അത് കേട്ടതും ആ ഫ്ലവേഴ്സ് നോക്കി നിൽക്കുകയാണ്. എന്നിട്ടാണ് പറയുകയാണ്, ഇത് വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയോട് അവൾ ചോദിക്കുകയാണ്, ഈ പ്രാവശ്യം എനിക്ക് നിങ്ങളുടെ ഒപ്പം ഇത് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അവൾ ആ കാര്യം ഓർക്കുന്നത്. അവൾ എന്താണ് ചോദിക്കാൻ വന്നത്, എന്നാലും ചോദിക്കുന്നത് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നു. അവൻ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, ഇത് ഒരുപാട് താമസിച്ചു, എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ വിയർക്കുന്നതെന്ന് ചോദിക്കുന്നു. നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ പുറകെ ചെന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ വീഴാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ബേലിക്ക് വന്നിട്ട് അവളെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോ കൈ നീട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോ ചമ്മിയ മുഖമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ബേ പറയുകയാണ്, ശിങ്ഷൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അവൾ അന്നേരം പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബേ ആണെങ്കിൽ ഹീറോ ഒരു നോട്ടമുണ്ട്. നമ്മുടെ ബേ ആണെങ്കിലുണ്ടല്ലോ, അവൻ്റെ മുഖം കാണുമ്പോൾ ഒരു കുറുമ്പനെ പോലെയാണ് ഇപ്പം തോന്നുന്നത്. നമ്മുടെ ഹീറോയെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ ഇപ്പം ദഹിപ്പിച്ച് കളയുക എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. എന്നിട്ട് അവനോട് ദേഷിച്ച് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ബേ പറയുകയാണ്, മാർക്കസ് ബെസ്സി ഇന്നലെ രാത്രിയിൽ ബസ്സിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവനെ കണ്ടുപിടിക്കാനാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇപ്പൊ വന്ന ആളെയാണ് സംശയം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുകയാണ്, നീ കറക്റ്റ് സമയത്തിന് തന്നെ വന്നു എന്ന് പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ ബേ ആണെങ്കിൽ ചമ്മി തലയിൽ കൈ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. വന്നിട്ട് സിങ്ഷനോട് രാത്രിയിൽ ഞാൻ നല്ലതുപോലെ ഉറങ്ങി എന്ന് പറയുന്നു. അതും പറഞ്ഞ് നീ സ്വപ്നം ഒന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ സ്വപ്നം ഒന്നും കണ്ടില്ല, ഇതിന് കാരണം സുയാവോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുമാരൻ പറയണം, അത് എങ്ങനെയാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ബുക്ക് എടുത്ത് വായിക്കുകയാണ്. അത് ഷ്വാൻഗാൻ എഴുതിയ കഥയാണ്. എന്നിട്ട് അതിനകത്തുണ്ട് ഹീറോ ഹീറോയിൻ്റെ കൈകളിൽ ഉറങ്ങുന്നതിനെ പറ്റിയാണ് ആ നോവലിൽ പറയുന്നത്. എന്നിട്ട് നമ്മുടെ കുമാരൻ ചോദിക്കുന്നു, നിന്റെ ആ ഹീറോ ഇവനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നു. എന്നാൽ
കുമാരൻ പറയുന്നു, സഹോദരി ഇതുപോലെ പല ബുക്കുകളും മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന് പറയുന്നു, നീ ഇതൊന്നും കണ്ട് വിശ്വസിക്കണ്ട എന്ന് പറയുന്നു. നിനക്ക് ഇവിടുന്ന് പോരണമെന്നില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ എങ്ങനെ വരാനാണ് എന്ന് പറയുന്നു. എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം, സുയാവാണ് ലാസ്റ്റ് ടൈമിൽ എൻ്റെ ജീവിതം രക്ഷിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ പ്രിൻസിന് കുശുമ്പ് കൂടിയിട്ട്, നിനക്ക് എങ്ങനെ അറിയാം അയാളാണ് നിന്റെ സ്വപ്നങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചതെന്ന് ചോദിക്കുന്നു. എങ്കിൽ ശരി, അതൊരു സംശയമാണ്, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്നു, ഞാൻ അവനെ റൂമിലോട്ട് വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കുമാരൻ അവളെ വേണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ പോകുമ്പോൾ, ഒന്നും പറയണ്ട, നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. ഇവിടെ സംസാരം ഷിങ്ഷന്റെ ദേഷ്യം മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവളോട് പറയണം, ശരി നീ ആഹാരം കഴിക്കുക എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ കിന്നും കുമാരനും തമ്മിലുള്ള സംഭാഷണമാണ്. അവർ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ എന്താണ് കുമാരനെ അലട്ടുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എന്തോ തോന്നുന്നു എന്ന് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് നമ്മളുടെ സൂനന്നാനെ കാണുന്നത്. കുമാരനെ കണ്ടുകൊണ്ട് സൂനന്നാൻ കുമാരന്റെ അടുത്തേക്ക് വന്നിട്ട് വിഷ് ചെയ്യുകയാണ്. എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, പ്രിൻസസിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ പ്രിൻസസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നു. അന്നേരം പെട്ടെന്ന് നമ്മുടെ കുമാരൻ പറയുകയാണ്, അവളെ ശല്യം ചെയ്യരുത്, അവൾക്ക് തീരെ സുഖമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും കളിയാക്കി ചിരിക്കുകയാണ് സൂനന്നൻ. അതിനുശേഷം ആൾ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. കുമാരന്റെ കൂട്ടുകാരൻ കിൻ വന്നിട്ട് പറയുകയാണ്, സൂനന റൂമറുകളൊക്കെ വിശ്വസിച്ചോളും, പിന്നെ എന്താണ് പറയാഞ്ഞതെന്ന് ചോദിക്കുന്നു. അന്നേരം പറയുന്നു, അവൾക്കൊരു ചാൻസ് കൊടുക്കാം നമുക്ക്, അവൾക്കാണെങ്കിൽ വിചാരം എന്റെ സിസ്റ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൾക്ക് സുയാവിനെ കല്യാണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് കിൻ ചോദിക്കുകയാണ്, അതിനർത്ഥം നിങ്ങൾ സുയാവും പ്രിൻസസും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതമല്ലേ, നിങ്ങൾക്ക് സന്തോഷമില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. അത് പറയുന്നത്, എനിക്ക് അവൻ എന്റെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞു, പക്ഷെ നമുക്ക് കണ്ടു നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണാനുള്ള തിരക്കിലാണ്. അവൾ പതുങ്ങിയൊക്കെ നമ്മുടെ ഹീറോയെ കാണാനും വേണ്ടി അവന്റെ ഓഫീസിലേക്ക് വരികയാണ്. അവിടെ ഒരു പടനുണ്ടായിരുന്നു. അയാൾ നമ്മുടെ ഹീറോയിനെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ജനറൽ പറഞ്ഞിട്ടുണ്ട് ആരെയും അകത്തേക്ക് കടത്തി വിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ പറയാണ്, ശരിയെങ്കിൽ ഞാൻ ഇവിടെ പുറത്ത് കാത്തിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ ലെറ്റർ എഴുതുകയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേട്ടൻ ആർക്കാണ് ആ പാൻസിയൻകോട്ടിൽ നിന്ന് ആ ക്രീം കൊടുത്തതെന്ന് അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അതിന് അവൻ പറയുന്നുണ്ട്, പാൻസിയൻകോട്ടിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വലിയ പൈസയുള്ളവരാണ് വാങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. പാൻസിയൻകോട്ടിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിനകത്തൊരു നോട്ടുണ്ട്, അതിനകത്ത് റെസിപ്പിയൻസിന്റെ നെയിം കാണും, പക്ഷെ അത് പാൻസിയൻകോട്ടിന്റെ ഉടമയ്ക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ, അയാളുടെ കയ്യിലായിരിക്കും, ഔട്ട്സൈഡേഴ്സിനെ ആരും കാണാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ ഹീറോ പാൻസിയൻകോട്ടിലെ ഓർണറോ എന്ന് ചോദിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബേയോട് പറയാണ്, എൻ്റെ കൂടെ നീ പാൻസിയൻകോട്ടിൽ വരണം എന്ന് പറയുന്നു, എനിക്കത് കാണണം എന്ന് പറയുന്നു. ഇതിന് ശരി ജനറൽ എന്ന് പറഞ്ഞ് നമ്മുടെ ബേ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയെ നോക്കിയിരിക്കുകയാണ്. ഹീറോയെ വെളിയിലോട്ട് കാണാഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. അവളുടെ കയ്യിലിരുന്ന കുപ്പി താഴെയിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ എല്ലാം വീണു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. ഈ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോയും ബേയും കൂടെ വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ജനറൽ വന്നപ്പോൾ ജനറലിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി എന്ന് പറയുന്നത്. ഇത് കേട്ടത് ഫടൻ പേടിച്ച് പറയുകയാണ്, ഞാൻ പ്രിൻസസിനെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. അത് നമ്മുടെ പ്രിൻസസ് പറയുകയാണ്, അത് നിങ്ങളുടെ കുഴപ്പമൊന്നും അല്ല, പണ്ട് തൊട്ടേ എനിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് എന്ന് പറയുന്നു. എന്നിട്ടാണ് എന്താണ് എന്നെ അകത്തോട്ട് വിളിക്കാത്തതെന്ന് പറഞ്ഞ് നമ്മുടെ ജനറലിനെ പറ്റിച്ചവൾ അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവൾ ഓടി വന്നിട്ട് ആ കസേരയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബേയും ഹീറോയും കൂടെ അകത്തേക്ക് വന്നിട്ട് അവളെ നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. അന്നേരം അവൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അന്നേരം നമ്മുടെ ഹീറോ പറയുകയാണ്, ബേ ഔട്ട്സൈഡർ ഒന്നും അല്ല, നിനക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയുന്നു.
അതിന് പറയുന്നത് ഞാൻ നിങ്ങളെ ഇന്ന് എൻ്റെ കൂടെ കിടക്കാൻ വിളിക്കാൻ വന്നതാണ് എന്ന് പറയുന്നത്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ നമ്മുടെ ബേയെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബേ ആണെങ്കിൽ ചമ്മി വീർത്ത് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. ബേ അവിടുന്ന് പോയതിന് ശേഷം ഹീറോ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ പറയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, കൈയും കെട്ടി, എനിക്ക് അങ്ങനെ നിൽക്കുന്നത് പേടി തോന്നുന്നു, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരുന്നൂടെ എന്ന് പറയുന്നത്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നത്. അത് ഞാൻ എനിക്ക് വലിയൊരു കാര്യം അറിയാനാണ് വന്നതെന്ന് പറയുന്നു. എന്നിട്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുന്നത്. പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് ഭാവിയിലും ഈ മാറ്റം പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയാണ് സത്യം പറയണേ എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം നമ്മുടെ ഹീറോ പറയാനായിട്ട് വന്നതിന് ശേഷം പറയുന്നു ഞാൻ പറഞ്ഞാൽ നീ ഒന്ന് ഉറങ്ങുകയില്ല എന്ന് പറയുന്നു, നിന്റെ ഉറക്കം നഷ്ടമാകും എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല, ഞാൻ രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ട് എനിക്ക് സ്വപ്നങ്ങൾ കാരണം ഉറങ്ങാനേ കഴിയുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് അക്യുപങ്ക്ചർ അറിയാമോ, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അവളുടെ അന്നേരം അവിടെ എണീറ്റിട്ട് നീ പോവൂ എന്ന് പറഞ്ഞിട്ട് അവിടെ മുഖത്ത് കൈ പിടിക്കുകയാണ്. അന്നേരം അവൾ കയ്യിൽ കിസ് ചെയ്തതിന് ശേഷം പോകാൻ തിരികെയാണ്. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇന്ന് രാത്രിയിൽ വരണമെന്ന് പറയുന്നത്. ഇതിന് സമ്മതിച്ചിട്ട് നമ്മുടെ ഹീറോ സമ്മതിക്കുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ അവളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിനെ റൂമിൽ വന്നിട്ട് ബെഡൊക്കെ വിരിച്ച് വൃത്തിയാക്കുകയാണ്. ഇത് കണ്ടോട് തായു വന്നിട്ട് പറയുന്നു ഞാൻ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം തായുവിനോട് പറയുകയാണ് നീ നല്ല പോയി വൈനൊക്കെ എടുത്ത് വെക്കൂ, എന്നിട്ട് എൻ്റെ തലയണ വരുമ്പോൾ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനോട് താഴെ ചോദിക്കുകയാണ് തലയണയോ ആരെയാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഹീറോയിൻ പറയുകയാണ് തലയണ എന്ന് ഉദ്ദേശിച്ചത് സുയാഗുവാണെന്ന് പറയുന്നു. അതേസമയം സൂനന്നാനും കൂട്ടുകാരെയും കൂടി നമ്മുടെ ഹീറോയെ ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഹീറോ എങ്ങനെ ഇംപ്രസ് ചെയ്യാം, എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ള ചർച്ചയിലാണ് രണ്ടുപേരും. ഇതേസമയം ബേ ഓടി വരുമ്പോൾ ജനറൽ റൂമിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അന്നേരം പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ഇന്ന് ഡിന്നർ കഴിക്കണ്ട, ഞാൻ പ്രിൻസസിന്റെ കൂടെയാണ് പോകുന്നതെന്ന് പറയുന്നു. അന്നേരം നമ്മുടെ ബേ പറയുകയാണ് ഒരു അർജന്റ് കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോർഡ് സൂ നിങ്ങളെ ആഹാരം കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതെന്തിനാ ക്ഷണിച്ചെന്ന് ചോദിക്കുമ്പോൾ എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് നമ്മുടെ ബേ പറയുകയാണ്. ഇതേ സമയം സൂനന്നൻ നമ്മുടെ ഹീറോയെ ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ലോർഡ് സൂവിന്റെ സ്റ്റഡി റൂം അല്ലല്ലോ ഇവിടെ എന്ന് പറയുന്നു. അന്നേരം പടൻ പറയാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണ് ജനറൽ എന്ന് പറയുന്നു. നമ്മുടെ ഹീറോ അവിടേക്ക് കടന്നു വരികയാണ് സൂനന്നാന്റെ മുറിയിലേക്ക്. ഇതേ സമയം സൂനന്നാൻ നമ്മുടെ ഹീറോയെ എങ്ങനെ ട്രാപ്പ് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. വന്ന അവസരം ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം പെട്ടെന്ന് അവൾ പറയുന്ന ആ തുണി ഇങ്ങനെ എടുത്തിട്ടേക്കാമോ. അപ്പോഴാണ് സൂനന്നൻ ആ ബെല്ലി ബാൻഡിനെ കുറിച്ച് പറയുന്നത്. ചീവിന് ഇതേത്തരമുള്ള ബെല്ലി ബാൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് ചീവ് വലിയ കുടുംബത്തിലുള്ളതല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുകയാണ് നിങ്ങളെ അവൾ ശ്രദ്ധിക്കില്ല, കാരണം അവൾ അങ്ങനെയുള്ള രാജകീയമായിട്ടുള്ള ആളുകളെ മാത്രമേ ശ്രദ്ധിക്കൂ, പക്ഷെ സൂനന്നൻ അങ്ങനെയല്ല എന്ന് പറയും. നമ്മുടെ ഹീറോ ആ ബെല്ലി ബാൻഡിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആ ലെറ്ററിൽ കൂടെ വന്ന ബെല്ലി ബാൻഡ് ആയിരുന്നു. അതിന്റെ പേരിലാണ് ചീവായിട്ട് വഴക്കുണ്ടായത് എന്ന് പറയുന്നത്. അങ്ങനെ ചീവ് പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞ കാര്യമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ കേൾക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ അവളെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് 8ാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സൈനിങ് ഓഫ് നിഷ രാജീവ്.